ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ 4 മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ആദ്യം തന്നെ നമുക്ക് ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ഒരു നെൽകൃഷിയുടെ ഇമേജ് തന്നിട്ടുണ്ട്. എന്നിട്ട് നെല്ലുൽപാദനത്തിനായി ഉപയോഗിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? കൃഷിയിടമുണ്ട്, വിത്തുണ്ട്, ജോലിക്കാറുണ്ട്, മെഷീനറീസ് അതായത് ട്രാക്ടർ കാര്യങ്ങളൊക്കെ. അങ്ങനെ പല ഘട്ടങ്ങളിലായി പല പല ഘടകങ്ങൾ ഉപയോഗിച്ചു പോരുന്നുണ്ട്. താഴെ ഒരു ടേബിളും തന്നിട്ടുണ്ട്. ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം. നമ്മൾ കണ്ടെത്തിയ ഘടകങ്ങളെ നമുക്ക് ഈ പട്ടികയിൽ ക്രമീകരിക്കാൻ സാധിക്കും. ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് പ്രധാന ഉൽപാദന ഘടകങ്ങൾ. ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നു പറയാം. മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയല്ലോ. പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു. യന്ത്രങ്ങളും ഉപകരണങ്ങളും നെല്ലുൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചതായി നാം കണ്ടെത്തി. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂലധനമാണ്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ്. ഏതൊരു വസ്തുവിൻ്റെയും ഉൽപാദന പ്രക്രിയയിൽ മേൽപ്പറഞ്ഞ 4 ഘടകങ്ങളും അനിവാര്യമാണ്. ഇവയെ ഉപയോഗപ്പെടുത്തുന്നതിന് ഭൂമിക്ക് പാട്ടവും, അധ്വാനത്തിന് വേതനവും, മൂലധനത്തിന് പലിശയും, സംരംഭകത്വത്തിന് ലാഭവും പ്രതിഫലമായി നൽകുന്നു. ഉൽപാദകർ ഒരു നിശ്ചിത വില ഈടാക്കി ഉൽപ്പന്നം വിപണികളിൽ കൈമാറ്റം ചെയ്യുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പണമാണ് അവരുടെ വരുമാനം. നെക്സ്റ്റ്, ബാർട്ടർ സിസ്റ്റം എന്താണെന്നാണ് പറയുന്നത്. വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗമാണ് ബാർട്ടർ സിസ്റ്റം. ഈ സമ്പ്രദായത്തിന് ചില പോരായ്മകളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, പണത്തിൻ്റെ പരിണാമ പ്രക്രിയയുടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആദ്യം ബാർട്ടർ ഉൽപ്പന്നങ്ങൾ: സ്വർണം, ലോഹ നാണയങ്ങൾ, കടലാസു പണം, പ്ലാസ്റ്റിക് കാർഡുകൾ, ഇലക്ട്രോണിക് പണം. പണത്തിൻ്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ തോൽ, കാർഷിക വിഭവങ്ങൾ, കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായി ഉപയോഗിച്ചിരുന്നു. ലോഹങ്ങൾ ലഭ്യമായി തുടങ്ങിയപ്പോൾ സ്വർണവും വിവിധതരം ലോഹങ്ങളും തുടർന്ന് ലോഹ നാണയങ്ങളും പണമായി ഉപയോഗിച്ചു തുടങ്ങി. പൊതുവായ ഒരു ഉപാധിയെന്ന നിലയിൽ കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കാമെന്നതിനാൽ കടലാസു പണത്തിലേക്ക് ക്രയവിക്രയങ്ങൾ ക്രമേണ മാറി. വിപണി എന്ന ആശയം കൂടുതൽ ബൃഹത്തായി മാറുകയും സാങ്കേതികവിദ്യ എല്ലാ മേഖലകളും കൈയടക്കുകയും ചെയ്തതോടെ കാർഡ് പണം അഥവാ പ്ലാസ്റ്റിക് പണം, ഇലക്ട്രോണിക് പണം തുടങ്ങി ഇന്നു നാം കാണുകയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതികളിലേക്ക് പണം രൂപാന്തരപ്പെട്ടു. പൊതുവായ സാമ്പത്തിക വിനിമയ മാധ്യമമായി പണം അംഗീകരിക്കപ്പെട്ടതോടുകൂടി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘടകം പണമായി മാറി. ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നതുപോലെ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും വില നിശ്ചയിച്ച് പണരൂപത്തിൽ പ്രതിഫലമായി നൽകാൻ കഴിഞ്ഞു. ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകം തൊഴിൽ അഥവാ അധ്വാനമാണ്. അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാന മാർഗം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മാനവ വിഭവം. എന്താണ് മാനവ വിഭവം? ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അഥവാ മനുഷ്യവിഭവം. ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റു ഉൽപാദക ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ മാനവ വിഭവത്തിന് കഴിയുന്നു. ഉൽപാദനക്ഷമത മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദക ഘടകത്തിൻ്റെയും കഴിവിനെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നു. ഒരു രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ മാനവ വിഭവശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വൈദഗ്ധ്യം എന്നിവയെല്ലാം മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. താഴെ ഇന്ത്യയുടെ സംഖ്യാ പിരമിഡ് തന്നിട്ടുണ്ട്.
ഇതിൻ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് പ്രായവിഭാഗത്തിലാണ്? 10 മുതൽ 14 വയസ്സ് വരെ അല്ലേ? ഏറ്റവും കുറവോ? 80+ ആണ് ഏറ്റവും കുറവ്. വിവിധ പ്രായപരിധിയിൽപ്പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ ജനസംഖ്യാഘടന. ജനസംഖ്യയുടെ വലിപ്പമല്ല, അതിൻ്റെ ഗുണമേന്മയാണ് മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരി പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള, തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഈ പ്രായഘടനയിൽപ്പെട്ട ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അത് അനുകൂലമായി സ്വാധീനിക്കുന്നു. മാനവ വിഭവം ഉൽപ്പാദനത്തിൻ്റെ ചലനാത്മക ഘടകമാണ്. ഉന്നത വിദ്യാഭ്യാസം, ഉചിതമായ പരിശീലനം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുക വഴി മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കി മാറ്റാൻ കഴിയും. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മേൽപ്പറഞ്ഞ ഘടകങ്ങളിന്മേൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴാണ് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നോക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.